Hi friends, welcome to Commerce Bytes. Today we are going to learn something important which will be repeatedly asked in the question. So be careful and be attentive in my class. കുറച്ച് സിംഗിൾ ലൈനേഴ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സിംഗിൾ ലൈനർ ഇൻ ദ സെൻസ് ജസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആ ഒരു കീവേഡും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കാവും, ബൾബ് എത്തും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ സെഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും, അതല്ലാതെയുള്ള പോയിൻറ്റ്സ് ഉണ്ടാവും. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് വൺ ഇസ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഓൾ നോ അബൌട്ട് ദ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ഇഫ് യു പീപ്പിൾ ഡസ് നോട്ട് നോ, just go to my old videos and check it out and do study. നിങ്ങളുടെ ടൈം ഒന്നും വേസ്റ്റ് ആവില്ല. ഐ ക്യാൻ അഷ്യൂർ ദാറ്റ് 100% ഷുവർ ടോപ്പിക്സിൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഉണ്ട്. സോ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തേണ്ടത് ഡേവിഡ് ഒസബലാണ്. ഓക്കെ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പ്രപ്പോസ് ചെയ്തത് ഡേവിഡ് ഒസബലാണ്. ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് പോയിൻറ്റ്സ് ഇതുപോലെയുള്ള കീവേഡ്സ് പോലെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല, പോയിൻറ്റ്സ് ആണ്. സോ ടേക്ക് എ ഫ്രഷ് പേജ് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബലാണ്. പിന്നെ അതിൻ്റെ ഒരു കീവേഡും കൂടെ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ. സോ പഠിക്കുമ്പോൾ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബൽ ഇൻ്റഗ്രേറ്റീവ് റീകൺസിലേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇത് നമ്മൾ അടുത്തിടെയുള്ള ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കോൺ ഓഫ് എക്സ്പീരിയൻസസ്, എഡ്ഗർ ഡെയിലിൻ്റെ കോൺ ഓഫ് എക്സ്പീരിയൻസസ്. ആ എക്സ്പീരിയൻസിലുണ്ട് ആരാണെന്നുള്ളത്. സോ എഡ്ഗർ ഡെയിലിനാണ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്. എപ്പോഴും ഞാൻ പറയുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് പഠിക്കും. നമുക്കിപ്പോൾ അത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു കോമിക്കായിട്ടോ ഇല്ലെങ്കിൽ പറയുമ്പോൾ തന്നെ ഒരു കോമഡി ആയിട്ട് തോന്നാം. പക്ഷേ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും എന്നുള്ളത് വേറൊരു കാര്യം. ഈ നമ്മുടെ മൂവിയില്ലേ ദൃശ്യം, അതിൽ രണ്ടാമത് ആ സംഭവം തന്നെ റീക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ആൾക്കത് ക്ലിയർ ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ നിൽക്കുന്നതും അതുപോലെ തന്നെ ആൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്നത്. കാരണം റിയലായിട്ട് നടന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ ആളത് ഭയങ്കര വിഷ്വലി ആൾക്ക് കിട്ടിയ ഒരു ട്രീറ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ അത് കൂടുതൽ നാൾ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ഇപ്പോൾ കോൺ ഓഫ് എക്സ്പീരിയൻസസ് എഡ്ഗർ ഡെയിൽ, എക്സ്പീരിയൻസസ് ആർക്ക് കിട്ടി? എഡ്ഗർ ഡെയിൽ. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എൻക്വയറി ട്രെയിനിങ് മോഡൽ. ദാറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ റിച്ചാർഡ് സച്ച്മാൻ. ഇതും ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. ടുവേർഡ്സ് മൈ ഫസ്റ്റ് വീഡിയോസിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. എൻക്വയറി ട്രെയിനിങ് മോഡൽ which was proposed by റിച്ചാർഡ് സച്ച്മാൻ. സോ റിച്ചാർഡ് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ ഇവിടെ എൻക്വയറി നടത്തിക്കൊണ്ടിരുന്നു. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബൽ, അതെല്ലാവർക്കും അറിയാം. അതിന് ഷോർട്ട് നോട്ട് അങ്ങനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ ദോ അങ്ങനെ പറയുകയാണെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഡേവിഡ് ഒസബൽ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. നെക്സ്റ്റ് വൺ കോൺ ഓഫ് എക്സ്പീരിയൻസസ് കിട്ടിയത് എഡ്ഗർ ഡെയിലിന്. നെക്സ്റ്റ് വൺ എൻക്വയറി ട്രെയിനിങ് മോഡൽ. എൻക്വയറി ട്രെയിനിങ് നടത്തിയത് റിച്ചാർഡ് സച്ച്മാൻ ആണ്. സോ റിച്ചാർഡ് എന്ന് പറയുന്ന ആൾ എൻക്വയറി ട്രെയിനിങ്ങിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ. വളരെ അധികം ചിന്തിച്ച് കണക്കുകൂട്ടി നടക്കുന്ന ഒരാളാണ് ഹിൽഡ തബ. ആ പേരിൽ തന്നെയുണ്ട്, കുറച്ച് കൂടുതൽ ഓവറായിട്ടുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ് ഹിൽഡ തബ. സോ ഇൻഡക്റ്റീവ് തിങ്കിങ് മോഡൽ ഹിൽഡ തബ. ഓക്കെ, ഞാൻ ഇത് നിങ്ങളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ പ്ലീസ് ഡു നോട്ട് ടേക്ക് ഇറ്റ് ആസ് എ നമ്മളുടെ ഒരു മെയിൻ തിയറിയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറച്ച് ഹിൻറ്റ്, അതാണ് എൻ്റെ മെയിൻ മോട്ടീവ്. എൻ്റെ സ്റ്റുഡൻസിന് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈസി ആയിട്ട് അവർക്ക് ആൻസർ ലോക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. റോസ് ഇമിലി അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇംലി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഒരു റോസ് കിട്ടി. സോ ഇംലി റോസിയോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ്
പ്ലേറ്റോ എന്ന് പറയുമ്പോൾ ദ റിപ്പബ്ലിക്. പ്ലേറ്റോ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓടി നടന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കൂ. സോ പ്ലേറ്റോ എന്ന് പറയുമ്പോൾ ദ റിപ്പബ്ലിക്. ഇനി പൗലോ ഫെറേർ. ഞാൻ നിങ്ങളോട് പൗലോ ഫെറേറിൻ്റെയും കുറച്ച് ആൾക്കാരുടെ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ പൗലോ ഫെറേർ, പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. പൗലോ പി, പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. പി കണ്ടോ? ദാറ്റ്സ് ഇറ്റ്. സോ പൗലോ ഫെറേർ, പെഡഗോഗി ഓഫ് ഒപ്രസ്ഡ്. ഐ ഹോപ്പ് ഇറ്റ്സ് ഗോയിങ് ഗുഡ് വിത്ത് യു. മനസ്സിലാവുന്നില്ലേ? ഇറ്റ് വിൽ ബി ഈസി, റൈറ്റ്? ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് പോപ്പ് അപ്പ് യുവർ ലൈക്ക് ബട്ടൺ. നെക്സ്റ്റ് വൺ ഇസ് മരിയ മോണ്ടെസ്റോയ്. മരിയ ഡിസ്കവറി ഓഫ് എ ചൈൽഡ്. ഒരു കുട്ടീനെ കണ്ടുപിടിച്ചതാണ് മരിയ മോണ്ടെസ്റോയ്. നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഈ കുഞ്ഞു കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ ഏജ് ഓഫ് 3 തുടങ്ങി മോണ്ടെസ്റോയ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ടീച്ചിങ് ടെക്നിക്ക് ഉണ്ട്. ടീച്ചിങ് രീതി കുറച്ചും കൂടെ ഒരു കോഗ്നേറ്റീവ് എബിലിറ്റി എന്ന് വെച്ചാൽ ഒരു തിങ്കിങ് എബിലിറ്റി, അവരുടെ ഒരു അങ്ങനെയുള്ള തിങ്കിങ് എബിലിറ്റീസൊക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണ്ടെസ്റോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീച്ചിങ് രീതിയുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പോൾ കുറച്ച് പേര് ആൾക്കാരിങ്ങനെ അറിഞ്ഞ് തുടങ്ങി ആൾക്കാർ കൊണ്ട് ചേർക്കുന്നുണ്ട്. കുട്ടികൾക്ക് നല്ലൊരു ട്രെയിനിങ് ആണ്. കുട്ടികളുടെ ചെറുപ്പത്തിലെ ഒരു 2 to 3 ആ ഒരു ടൈമിലാണല്ലോ കുട്ടികളുടെ ബുദ്ധി വികസിക്കുന്നതെന്നൊക്കെ പറയുന്നത്. സോ മോണ്ടെസ്റോയ് എന്ന് പറയുമ്പോൾ കുട്ടി. സോ മരിയ മോണ്ടെസ്റോയ് കുട്ടീനെ കണ്ടുപിടിച്ചു. ഡിസ്കവറി ഓഫ് എ ചൈൽഡ്. Now the next one, field theory of learning, that is Quetelet. ഫീൽഡിലിറങ്ങി ലേണിങ്ങിനെ പറ്റി ഒരു ഡിസ്കഷൻ നടത്തിയത് Quetelet. സോ ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് Quetelet. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഇസ് കോഗ്നേറ്റീവ് തിയറി ഓഫ് ലേണിംഗ് പൈഗറ്റ്. കോഗ്നേറ്റീവ് തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് പൈഗറ്റ് ആണ്. കോഗ്നേറ്റീവ് തിയറി ഓഫ് ലേണിംഗ് പൈഗറ്റ്. കോഗ്നേറ്റീവ് തിയറി ഓഫ് ലേണിംഗ് പി സി തോമസ്. അതുപോലെ പൈഗറ്റിൻ്റെ കോഗ്നേറ്റീവ് തിയറി. ഇനി നെക്സ്റ്റ് കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ ഇസ് തൊറൻഡിക് അനിമൽ ഇൻ്റലിജൻസ്. തൊറൻഡിക്കിൻ്റെ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തതാണ്. ഓർമ്മയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും അതിനെ അനിമൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൻ്റെ റീസൺ. ആൾക്ക് ഒരു ബോക്സ് ഉണ്ടായിരുന്നു, ഒരു പസിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഡു യു റിമെമ്പർ ദാറ്റ്? ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത് നല്ലതാണ്. ഒരു ക്വിക്ക് റിവിഷനും കൂടിയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ക്ലാസ് എടുക്കുന്നത്. സോ തൊറൻഡിക് അനിമൽ ഇൻ്റലിജൻസ്, റാറ്റിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് അവർ കണ്ടക്ട് ചെയ്തിരുന്നു. സോ തൊറൻഡിക് അനിമൽ ഇൻ്റലിജൻസ് അങ്ങനെ ഓർത്താൽ മതി. ഇനി ഇവാൻ പാവ്ലോവ്, സ്റ്റിമുലസ് ജനറേഷൻ. ഇതിൻ്റെ ക്ലാസ് ഞാൻ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സിൽ എന്തായാലും എടുക്കുന്നതാണ്. ഇവാൻ പാവ്ലോവ്, സ്റ്റിമുലസ് ജനറേഷൻ. നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലസിൻ്റെ ഒരു ജനറലൈസേഷനെ പറ്റിയാണ് ഇവാൻ പൗലോ പറയുന്നത്. ഓക്കെ, ഇവാൻ പൗലോ, സോ ഇവാൻ പൗലോ സ്റ്റിമുലസ് ജനറേഷൻ, അല്ലെങ്കിൽ IS എന്നും വേണമെങ്കിൽ പറയാം. ഇവാൻ പൗലോ സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഇനി സിഗ്മണ്ട് ഫ്രൂഡ് ഞാൻ നിങ്ങൾക്ക് ഓർമ്മിപ്പിച്ച് തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാ BEd പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവരും ഇപ്പോൾ മിക്കപ്പോഴും നിങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സിഗ്മണ്ട് ഫ്രൂഡിൻ്റെ. ഓക്കെ, സിഗ്മണ്ട് ഫ്രൂഡ് എന്ന് പറയുമ്പോൾ തന്നെ ലിബിഡോ, അതിൻ്റെ ക്ലാസ്സും ഞാൻ കമ്മിങ് ഡേയ്സിൽ എന്തായാലും എടുക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് കാറൽ ജങ്, ദാറ്റ് ഇസ് കളക്റ്റീവ് അൺകോൺഷ്യസ്. Let's have a brief or let's have a quick revision. Advanced organizer model, David Ausubel. Cone of experience എന്ന് പറയുമ്പോൾ എഡ്ഗർ ഡെയിൽ. എൻക്വയറി ട്രെയിനിങ് മോഡൽ, എൻക്വയറി നടത്തിയതാടാ റിച്ചാർഡ് സിച്ച്മൻ. ഇൻഡക്റ്റീവ് തിങ്കിങ്, കുറച്ച് ഗാഢമായി ഇരുന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, അത് ഹിൽഡ തബ. നെക്സ്റ്റ് വൺ, ഇംലിയുടെ കയ്യിൽ റോസ്, സോ റോസോ ഇംലി. പ്ലേറ്റോ റിപ്പബ്ലിക്കിന് വേണ്ടി കുറേ നടന്നതാണ്, സോ പ്ലേറ്റോ ദ റിപ്പബ്ലിക്. ഇനി പൗലോ ഫെറേ പെഡഗോഗി, പെഡഗോഗി പൗലോ ഫെറേ ഓഫ് ഒപ്രസ്ഡ്. ഇനി മരിയ മോണ്ടെസ്റോയ് എന്ന് പറഞ്ഞാൽ ബേബീസ്, സോ ഡിസ്കവറി ഓഫ് എ ചൈൽഡ്. നെക്സ്റ്റ് വൺ ഇസ് ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് Quetelet. Next one is cognitive theory of learning Piaget.
ഇനി അനിമൽ ഇൻ്റലിജൻസ്, അനിമൽസിനെ വെച്ച് എക്സ്പെരിമെൻറ്റ് നടത്തിയത് തൊറൻഡിക്. ബട്ട് ഞാനൊരു കാര്യം കൂടെ സ്പെസിഫൈ ചെയ്യാം. അനിമൽസിനെ വെച്ച് ഈ ഒരു ഇത് കണ്ടക്ട് ചെയ്തത് തൊറൻഡിക്ക് മാത്രമല്ല, വേറെ പലവരും ചെയ്തിട്ടുണ്ട്. ബട്ട് ടു ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഇവിടെ സ്പെസിഫൈ ചെയ്തത്, തൊറൻഡിക് അനിമൽ ഇൻ്റലിജൻസ് എന്ന്. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് ഇവാൻ പൗലോവ്, stimulus generalization. Sigmund Freud, libido. Next one is Carl Jung, collective unconscious. Carl Jung, collective unconscious. The next one is psychoanalytical theory that was done by Freud. So ഫ്രൂഡിൻ്റെ ഒപ്പം തന്നെ എഴുതാം, അല്ലെങ്കിൽ ജസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ. സൈക്കോ അനലിറ്റിക്കൽ തിയറി ഫ്രൂഡിൻ്റെ തന്നെയാണ് ലിബിഡോ ഉള്ളത്. ഇതിനെ ഞാൻ ബേസ് ചെയ്ത് എന്തായാലും ക്ലാസ് എടുക്കുന്നതാണ്. കമ്മിങ് ഡേയ്സിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്തു. ഡെയിലി ടോപ്പ് മണി സീരീസിൽ ഐ വിൽ ബി ടേക്കിംഗ് ക്ലാസ്സസ് ഓൺ ഫ്രൂഡ് ആൻഡ് ഓൾസോ ഇവാൻ പൗലോവിനെയും പറ്റി ക്ലാസ് എടുക്കുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്. ദ നെക്സ്റ്റ് വൺ ഇസ് ട്രേറ്റ് തിയറി വിച്ച് വാസ് പ്രൊപ്പോസ്ഡ് ബൈ കാറ്റൽ. ട്രേറ്റ് തിയറി അറിയാലോ, നമ്മളുടെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മളുടെ ഓരോ ബിഹേവിയർ, നമ്മളുടെ ഓരോ രീതികൾ. സോ ട്രേറ്റ് തിയറി വാസ് ബൈ കാറ്റൽ. നെക്സ്റ്റ് വൺ ഇസ് സൈക്കോ സോഷ്യൽ തിയറി വിച്ച് വാസ് ഡൺ ബൈ എറിക്സൺ. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. സോ പ്ലീസ് ഡു സ്റ്റഡി വെൽ. ഓക്കെ, ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനിപ്പോൾ സ്പെസിഫൈ ചെയ്ത ആൾക്കാരുടെ തിയറി വെച്ചിട്ട് ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു വെയിറ്റ് ഫോർ ഇറ്റ്. ദ നെക്സ്റ്റ് വൺ ഈസ് 2-factor തിയറി. അത് സ്പിയർമാൻസ് തിയറിയാണ്. സ്പിയർമാൻസ് തിയറി എന്ന് പറയുമ്പോൾ 2-factor തിയറി ഓഫ് ഇൻ്റലിജൻസ്. ഹീസ് ഹാവിങ് 2 factors, G factor ഓഫ് ജനറൽ ഇൻ്റലിജൻസും S factor ഓഫ് സ്പെസിഫിക് ഇൻ്റലിജൻസും. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ റിമെമ്പറിങ് ഇറ്റ്. സോ പ്ലീസ് have a look in your notes if you people attended my class. If not, go watch and study well that portion. Okay, the next one is Kohlberg, moral development. KLM നമ്മുടെ ആൽഫബറ്റിക്സിൽ സ്പെല്ലിംഗ് ആൽഫബറ്റ്സ് പോകണം ശ്രദ്ധിച്ചിട്ടില്ലേ? KLM. സോ കെ കഴിഞ്ഞിട്ട് എൽ വിട്ട് തരൂ, എന്നിട്ട് moral development. So KM Kohlberg, moral development. Next one is Socrates dialectic method. Next one is Montessori നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഡിസ്കവറി ഓഫ് ചൈൽഡ്. സോ ചൈൽഡ് സെൻറ്റേർഡ് ലേണിംഗ്. മോണ്ടസ്ട്രോയി എവിടെ കണ്ടാലും അവിടെ ചൈൽഡ് ഉണ്ടാവും, അത് ഓർത്തോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പോയിൻ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ഓൺ ചെയ്തത്. നെക്സ്റ്റ് വൺ ഇസ് ഫ്രോബെൽ, ദാറ്റ് ഇസ് കിൻഡർ ഗാർഡൻ എഡ്യൂക്കേഷൻ ഓഫ് മാൻ. ഫ്രോബെലിനെ ഓർക്കുമ്പോൾ തന്നെ കിൻഡർ ഗാർഡൻ ഓർത്തോ, എഡ്യൂക്കേഷൻ ഓഫ് മാൻ. കിൻഡർ ഗാർഡനിൽ എന്താ സംഭവിക്കുന്നത്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. സോ എഡ്യൂക്കേഷൻ ഓഫ് മാൻ. ഫ്രോബെല്ലാണ് അവിടെ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചിന്തിക്കൂ. സോ ഫ്രോബെൽ, കിൻഡർ ഗാർഡൻ, എഡ്യൂക്കേഷൻ ഓഫ് മാൻ. ഓക്കെ, the next one is Tagore, Rabindranath Tagore, that is Shanti Niketan. Okay, next one is Aurobindo എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുന്നത്? ഒരു യോഗ അല്ലേ? Aurobindo. So Aurobindo internal yoga, connected to internal yoga. Aurobindo internal yoga. Okay, സ്വാമി വിവേകാനന്ദ മാൻ മേക്കിംഗ്. ഒരു മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് വെച്ചാൽ ആളുണ്ടാക്കിയെടുക്കുന്നു എന്നല്ല, വാർത്തെടുക്കുന്നു. നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കുന്നു എന്നതുകൊണ്ടാണ് ഈ മാൻ മേക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ക്ലാസിക്കൽ കണ്ടീഷൻ, ദാറ്റ് ഇസ് ഇവാൻ പൗലോവ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് സ്കിന്നർ ഓപ്പറൻറ്റ് കണ്ടീഷൻ. ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. സോ ഐ ഹോപ്പ് ഈ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ്
എനിക്കറിയാം നിങ്ങൾ മേ ബി ഇത് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല. ബട്ട് എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയധികം പോയിൻറ്റ്സ്, അത്രയധികം ടോപ്പിക്സ് ഞാനിപ്പോൾ തന്നെ കവർ ചെയ്തു. So I hope you people enjoyed my class and it is useful for you people. If you like this video, please click on the like button. That's it. Thank you.